വയറുവേദന കാരണം വാവിട്ട് കരയുന്ന ഒരു കൊച്ചുകുഞ്ഞിനെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒട്ടും സമയം കളയാതെ ഒരു അമ്മ തന്റെ കൈകളിൽ ഏതാനും തുള്ളി എണ്ണയെടുത്ത് വളരെ മൃദുവായി കുഞ്ഞിന്റെ ചെറിയ പൊക്കിളിൽ പുരട്ടുന്നു. തുടർന്ന് അവിടെയൊരു അത്ഭുതം സംഭവിക്കുന്നു. നിമിഷങ്ങൾക്കകം കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കുന്നു. ശരീരത്തിന്റെ അസ്വസ്ഥതകൾ മാറി ആ മുഖത്ത് വീണ്ടും വലിയൊരു ശാന്തതയും പുഞ്ചിരിയും നിറയുന്നു. ഈ കാഴ്ച കാണുമ്പോൾ എത്ര സാധാരണമാണെന്ന് തോന്നുന്നു, അല്ലേ? എന്നാൽ ഈ ലളിതമായ പ്രവൃത്തിയിൽ അസാധാരണമായ ഒരു രോഗശാന്തി രഹസ്യം മറഞ്ഞിരിക്കുന്നുണ്ട്. ആധുനിക ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ നമ്മൾ ഏതാണ്ട് മറന്നുപോയ ഒരു താക്കോലാണിത്. അതാണ് നമ്മുടെ നാഭിയുടെ ശക്തി എന്ന രഹസ്യം. ഇന്ന് നാം പുറമേയുള്ള ചികിത്സകളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ തന്നെ അസ്തിത്വത്തിന്റെ കേന്ദ്രത്തിലേക്കാണ്. എവിടെ നിന്നാണോ നമ്മുടെ ജീവൻ ആരംഭിച്ചത് ആ ബിന്ദുവിലേക്ക്. നമ്മുടെ നാഭി ശരീരത്തിലെ വെറുമൊരടയാളമല്ല. ഈ ഭൂമിയിൽ നമ്മുടെ ആദ്യത്തെ സ്പന്ദനവും ആദ്യത്തെ പോഷണവും ആദ്യത്തെ ശ്വാസവും ലഭിച്ച വിശുദ്ധ കവാടമാണത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ അവരുടെ അസ്തിത്വത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ നമ്മെ ജീവോർജ്ജവുമായി ബന്ധിപ്പിച്ചിരുന്ന പാലം ഈ നാഭിയായിരുന്നു. നമ്മുടെ ശരീരത്തിന്റെ മൗനകേന്ദ്രമാണിത്. ജീവന്റെ വൃക്ഷം പടർന്നു പന്തലിച്ച ഉറവിടമാണിത്. നമ്മുടെ പുരാതന മുനിമാരും യോഗികളും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈ രഹസ്യം മനസ്സിലാക്കിയിരുന്നു. ആയുർവേദം പറയുന്നത് നാഭി ശരീരത്തിന്റെ വെറുമൊരു ഭൂമിശാസ്ത്രപരമായ കേന്ദ്രം മാത്രമല്ല, ഊർജ്ജത്തിന്റെ ഒരു മഹാസമുദ്രം കൂടിയാണെന്നാണ്. ഈ കേന്ദ്രത്തിൽ നിന്നാണ് 72,000 സൂക്ഷ്മനാഡികൾ പുറപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അണുവിലേക്കും പ്രാണശക്തി എത്തിക്കുന്ന ഊർജ്ജനദികളാണവ. ഇതാണ് നമ്മുടെ മണിപ്പൂരക ചക്രം. നമ്മുടെ ഉള്ളിലെ സൂര്യൻ നാം കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, നമ്മുടെ അനുഭവങ്ങളെയും വികാരങ്ങളെയും കർമ്മങ്ങളെയും വരെ ദഹിപ്പിക്കാൻ ശക്തിയുള്ള അഗ്നികേന്ദ്രമാണിത്. ആധുനിക ശാസ്ത്രവും ഇപ്പോൾ ഈ പുരാതന അറിവിനെ ശരിവയ്ക്കുന്നു. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് നാഭിക്കു ചുറ്റുമുള്ള ചർമ്മവും കലകളും വളരെ വേഗത്തിൽ കാര്യങ്ങൾ വലിച്ചെടുക്കാൻ ശേഷിയുള്ളവയും കൂടുതൽ സംവേദനക്ഷമതയുള്ളവയുമാണെന്ന് ശാസ്ത്രം സമ്മതിക്കുന്നു. ഇവിടെ പുരട്ടുന്ന എണ്ണ വെറുതെ പ്രതലത്തിൽ നിൽക്കുന്നില്ല. അത് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് ആ 72,000 നാഡികളുടെ ശൃംഖലയിൽ പ്രവേശിക്കുകയും ശരീരത്തിന്റെ സൂക്ഷ്മതലങ്ങളിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇന്ന് വളരെ ലളിതവും എന്നാൽ അഗാധവുമായ അത്തരമൊരു സാധനയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. 21 ദിവസത്തെ ഈ യാത്ര നിങ്ങളുടെ നാഭിയിൽ എണ്ണ പുരട്ടുന്ന ഒരു മൗന സാധനയാണ്. നിങ്ങളുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയിൽ ആഴത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന അത്ഭുതകരമായ പ്രക്രിയയാണിത്. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് ഇവ മൂന്നും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളല്ല. ഒരൊറ്റ അസ്തിത്വത്തിന്റെ 3 തലങ്ങളാണിവ. ശരീരം അസന്തുലിതമാകുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നു. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ശരീരത്തിൽ രോഗങ്ങൾ ജനിക്കാൻ തുടങ്ങുന്നു. നഷ്ടപ്പെട്ട ഈ സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന മാന്ത്രിക ബിന്ദുവാണ് നാഭി. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ നാഭിയിൽ ഏതാനും തുള്ളി എണ്ണയൊഴിക്കുന്നത് വെറുമൊരു ശാരീരിക പ്രവൃത്തിയല്ല. അതൊരു ധ്യാനമാണ്, ഒരു മൗന പ്രാർത്ഥനയാണ്. ഈ മൃദുവായ സ്പർശനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ നിന്നെ പരിപാലിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ കേന്ദ്രത്തോട് നിങ്ങൾ പറയുകയാണ്. ആ സംവാദമാണ് രോഗശാന്തിയുടെ തുടക്കം. ആദ്യത്തെ കുറച്ചു ദിവസങ്ങളിൽ ഇതൊരു വളരെ സാധാരണമായ പരിശീലനമായി തോന്നും, ഒരു ചെറിയ ദിനചര്യ പോലെ. എന്നാൽ നിങ്ങൾ ഇത് ശ്രദ്ധയോടെയും അവബോധത്തോടെയും ചെയ്യുന്തോറും നിങ്ങളുടെ ഉള്ളിലെ സൂക്ഷ്മമായ മാറ്റങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയാൻ തുടങ്ങും. 7ാമത്തെ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ദഹനപ്രക്രിയ സന്തുലിതമാകാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. മാസങ്ങളായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഗ്യാസ്, മലബന്ധം, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ പതുക്കെ ശമിക്കാൻ തുടങ്ങുന്നു. രാവിലെ സ്വാഭാവികമായ വിശപ്പ് അനുഭവപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നും. ശരീരത്തിൽ ഒരു ലഘുത്വം അനുഭവപ്പെടുന്നു. അതുപോലെ രാത്രിയിലെ ഉറക്കം കൂടുതൽ ഗാഠമാവുകയും ചെയ്യുന്നു. 10 മുതൽ 12 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ചർമ്മത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം നിങ്ങൾ കാണും. മുഖത്ത് ഒരു ചെറിയ തിളക്കം, ഒരു പ്രഭ ഉയർന്നുവരാൻ തുടങ്ങും. പ്രിയപ്പെട്ട ആത്മാവേ, വിലകൂടിയ ക്രീമുകളിൽ നിന്നോ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്നോ ലഭിക്കുന്ന തിളക്കമല്ലിത്. ഇത് ഓജസ്സാണ്. ഉള്ളിൽ നിന്ന് പ്രവഹിക്കുന്ന ദിവ്യമായ ഊർജ്ജമാണത്. നിങ്ങളുടെ ശരീരം ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും പോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതിന്റെ തെളിവാണിത്. ഇനി 3ാമത്തെ ആഴ്ച പൂർത്തിയാകുമ്പോൾ 21ാം ദിവസത്തിലേക്കെത്തുമ്പോഴേക്കും ഏറ്റവും വലിയ അത്ഭുതം നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ മനസ്സ് ശാന്തമായതായി നിങ്ങൾ കണ്ടെത്തും. മുമ്പ് നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചിരുന്നതോ അസ്വസ്ഥമാക്കിയിരുന്നതോ ആയ സാഹചര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ അത്രത്തോളം ബാധിക്കുന്നില്ല. നിങ്ങളുടെ വികാരങ്ങൾക്ക് ഒരു സ്ഥിരത കൈവന്നിരിക്കുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? കാരണം നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ നാഭി നിങ്ങളുടെ മണിപ്പൂരക ചക്രവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചക്രം നമ്മുടെ വികാരങ്ങളുടെയും ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിൽ എണ്ണയുടെ തണുപ്പും സ്നിഗ്ധതയുമുള്ള സ്പർശനമുണ്ടാകുമ്പോൾ വർഷങ്ങളായി ഇവിടെ കുരുക്കുകളായി കെട്ടിക്കിടന്നിരുന്ന വൈകാരിക സമ്മർദ്ദം, ഭയം, ഉത്കണ്ഠ, കോപം എന്നീ ഊർജ്ജങ്ങൾ ഉരുകാൻ തുടങ്ങുന്നു. ഈ ചക്രം സന്തുലിതമാകുമ്പോൾ വ്യക്തിയുടെ ഉള്ളിൽ സ്ഥിരതയുടെയും ആത്മവിശ്വാസത്തിന്റെയും സൂര്യൻ സ്വയം ഉദിച്ചുയരാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ ഗുരു പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്നേഹത്തോടെ സ്പർശിക്കുമ്പോൾ അതിൽ ആത്മാവ് ഉണരുന്നുവെന്ന്. നാഭിയിൽ എണ്ണ പുരട്ടുന്നത് വെറും ശരീരത്തിനുള്ള ചികിത്സയല്ല, ഇത് ആത്മാവിനെ ഉണർത്താനുള്ള ലളിതമായ ഒരു പ്രവൃത്തിയാണ്. സ്വന്തം ശരീരത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും അഗാധമായ പ്രകടനമാണിത്.
ഇനി ഏത് എണ്ണയാണ് ഏറ്റവും അനുയോജ്യം എന്ന ചോദ്യം ഉയർന്നുവരുന്നു. ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ സ്വന്തം സവിശേഷമായ പ്രകൃതിയിൽ മറഞ്ഞിരിക്കുന്നു. ആയുർവേദ പ്രകാരം നാം എല്ലാവരും വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളാൽ നിർമ്മിതമാണ്. നിങ്ങളുടെ പ്രകൃതം പിത്ത പ്രധാനമാണെങ്കിൽ, അതായത് നിങ്ങളുടെ ശരീരത്തിൽ ചൂട് കൂടുതലാണെങ്കിൽ, എരിച്ചിൽ, അസിഡിറ്റി അല്ലെങ്കിൽ എളുപ്പത്തിൽ ദേഷ്യം വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ശുദ്ധമായ നാടൻ നെയ്യാണ് ഏറ്റവും അനുയോജ്യം. ഇവയ്ക്ക് തണുത്ത സ്വഭാവമാണ്. ഇവ ശരീരത്തിലെ അധികമുള്ള അഗ്നിയെ ശമിപ്പിക്കുകയും മനസ്സിന് കുളിർമ നൽകുകയും ചെയ്യും. നിങ്ങളുടെ പ്രകൃതംവാത പ്രധാനമാണെങ്കിൽ, അതായത് നിങ്ങളുടെ ശരീരത്തിൽ വരൾച്ച, ഉത്കണ്ഠ, സന്ധിവേദന അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്നിവയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എള്ളെണ്ണ അല്ലെങ്കിൽ ബദാം എണ്ണയാണ് ഏറ്റവും ഉത്തമം. ഈ എണ്ണകൾക്ക് മിനുസവും കട്ടിയും ചൂടുമുണ്ട്. ഇവ ശരീരത്തിൽ സ്ഥിരതയും ഈർപ്പവും ആഴവും കൊണ്ടുവരികയും നിങ്ങളുടെ ചഞ്ചലമായ മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ പ്രകൃതം കഫ പ്രധാനമാണെങ്കിൽ, അതായത് ശരീരത്തിൽ എപ്പോഴും മടി, ഭാരം, കഫം അല്ലെങ്കിൽ ദഹനപ്രശ്നങ്ങൾ എന്നിവയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുകെണ്ണ അല്ലെങ്കിൽ ആര്യവേപ്പെണ്ണയായിരിക്കും ഉത്തമം. ഈ എണ്ണകൾ അവയുടെ തീവ്രതയും ചൂടും കൊണ്ട് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അലസതയെയും വിഷാംശങ്ങളെയും പുറന്തള്ളുകയും ഊർജ്ജപ്രവാഹം സജീവമാക്കുകയും ചെയ്യുന്നു. ഇനി ഈ പ്രവൃത്തി ചെയ്യേണ്ട രീതി: ഇതൊരു സാധന പോലെ ചെയ്യുക. തിടുക്കത്തിൽ വേണ്ട. രാത്രി ഉറങ്ങുന്നതിനു തൊട്ടുമുമ്പ് പകൽ മുഴുവനുമുള്ള ഓട്ടപ്പാച്ചിലുകളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായി കഴിയുമ്പോൾ കുറച്ചു തുള്ളി എണ്ണ നിങ്ങളുടെ ഉള്ളംകൈയിലെടുക്കുക. അതിൽ ജീവന്റെ സ്പന്ദനം കൊണ്ടുവരാൻ നിങ്ങളുടെ വിരലുകൾ കൊണ്ട് അതൊന്ന് ചെറുതായി ചൂടാക്കുക. ഇപ്പോൾ 3 മുതൽ 5 തുള്ളി വരെ എണ്ണ നിങ്ങളുടെ നാഭിയിൽ ഒഴിക്കുക. ബാക്കിയുള്ള എണ്ണ വിരലുകൾ കൊണ്ട് ഘടികാരദിശയിൽ പതുക്കെ മൃദുവായി മസാജ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ മൃദുവായി അടച്ച് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഓരോ ശ്വാസത്തിലും ഈ പോഷകഗുണമുള്ള എണ്ണ നിങ്ങളുടെ നാഡികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ ഓരോ കോശത്തിനും അത് പോഷണം നൽകുന്നു. നിങ്ങളുടെ ഉള്ളിലെ സൂര്യനെ അത് ഉണർത്തുന്നു. ശരീരവും ആത്മാവും തമ്മിൽ മൗനസംവാദം നടക്കുന്ന നിമിഷമാണിത്. നാഭിയിൽ എണ്ണ പുരട്ടുന്ന ഈ ശീലം ഇന്നത്തെ അതിവേഗത്തിലുള്ള ജീവിതത്തിൽ ഒരു വരദാനത്തിൽ കുറഞ്ഞ ഒന്നല്ല. പ്രത്യേകിച്ചും ഹോർമോൺ വ്യതിയാനങ്ങൾ നേരിടുന്ന നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും. ആർത്തവ ക്രമക്കേടുകൾ, PCOD അല്ലെങ്കിൽ തൈറോയിഡ് തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർ പൊക്കിളിൽ ശുദ്ധമായ നെയ്യോ വെളിച്ചെണ്ണയോ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഹോർമോൺ ഗ്രന്ഥികളെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. ഇത് ഗർഭാശയത്തിലേക്കും അണ്ഡാശയത്തിലേക്കുമുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദവും ഉത്കണ്ഠയും കവർന്നെടുത്ത ആ സ്വാഭാവിക സന്തുലിതാവസ്ഥ ശരീരത്തിന് തിരികെ നൽകുകയും ചെയ്യുന്നു. പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത പ്രകൃതിദത്തമായ ഒരു ചികിത്സയാണിത്. ഇത് പുറമെയുള്ള തിളക്കം മാത്രമല്ല നൽകുന്നത്, മറിച്ച് ഉള്ളിൽ നിന്ന് ഊർജ്ജവും സ്ഥിരതയും ജീവശക്തിയും തിരികെ നൽകുന്നു. ഈ പരിശീലനം ചെയ്ത് നിങ്ങൾ ഗാഠനിദ്രയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായ വിശ്രമാവസ്ഥയിലേക്ക് മാറുന്നു. ആ വിശ്രമവേളയിൽ ശരീരം സ്വയം കേടുപാടുകൾ പരിഹരിക്കുന്നു. നിങ്ങളുടെ ഉറക്കം കൂടുതൽ ഗാഠമായതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ഉന്മേഷത്തോടെയും ശാന്തതയോടെയും സ്ഥിരതയോടെയും ഇരിക്കും. പ്രിയപ്പെട്ട ആത്മാവേ, ഈ പരിശീലനം നിങ്ങളുടെ ഉള്ളിൽ അടക്കി നിർത്തിയിരിക്കുന്ന നിഷേധാത്മകതയെ ഒരുക്കിക്കളയുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എത്രയോ വൈകാരികമായ ആഘാതങ്ങളെയും അപൂർണമായ അനുഭവങ്ങളെയും ഉള്ളിൽ ഒതുക്കിവച്ചിട്ടുണ്ട്. യോഗശാസ്ത്രമനുസരിച്ച് ഈ ഊർജ്ജമെല്ലാം, ഈ കർമ്മങ്ങളെല്ലാം നമ്മുടെ മണിപ്പൂരക ചക്രത്തിന് ചുറ്റും കെട്ടിക്കിടക്കുന്നുണ്ട്. സ്നേഹത്തോടെയും അവബോധത്തോടെയും നിങ്ങൾ ഈ കേന്ദ്രത്തെ സ്പർശിക്കുമ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്ന ഊർജ്ജത്തിന് മോചനം നേടാനുള്ള അവസരം നിങ്ങൾ നൽകുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ലഘുത്വം നിങ്ങൾക്കനുഭവപ്പെടും. വർഷങ്ങളായി നിങ്ങൾ ചുമന്നിരുന്ന ഒരു പഴയ ഭാരം ഇറക്കിവെച്ചതുപോലെ. ഇത് ശരീരത്തിന്റെയും വികാരങ്ങളുടെയും ആഴത്തിലുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. 21 ദിവസങ്ങൾക്ക് ശേഷം എന്തു സംഭവിക്കും? 21 ദിവസം നിരന്തരമൊരു കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബോധമണ്ഡലത്തിന്റെ ഭാഗമായി മാറുന്നു. നിങ്ങളുടെ ശരീരവും കോശങ്ങളും ആ സ്നേഹവും പോഷണവും തിരിച്ചറിയുന്നു. ഇനി അത് വെറുമൊരു ശീലമായി തുടരുന്നില്ല. അത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വന്തം രോഗശാന്തി പ്രക്രിയയുടെ ഭാഗമായി മാറുന്നു. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ വ്യക്തമാകുന്നതായി നിങ്ങൾക്ക് കണ്ടെത്താം. തീരുമാനമെടുക്കാനുള്ള കഴിവ് വർദ്ധിക്കുകയും ജീവിതത്തിൽ ഒരു ലാളിത്യം കൈവരുകയും ചെയ്യുന്നു. ഓർക്കുക, പ്രകൃതി എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമ്മുടെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. പുറത്ത് ചികിത്സകൾ അന്വേഷിക്കാൻ ആധുനിക ജീവിതം നമ്മെ ശീലിപ്പിച്ചിരിക്കുന്നു. യന്ത്രങ്ങളെ ആശ്രയിക്കാൻ അത് നമ്മെ പ്രേരിപ്പിച്ചു. എന്നാൽ യഥാർത്ഥ ചികിത്സ, യഥാർത്ഥ മാറ്റം എപ്പോഴും ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. നാഭിയിൽ എണ്ണ പുരട്ടുന്നത് ആ ദിശയിലേക്കുള്ള ആദ്യപടിയാണ്. അത് നിങ്ങളെ നിങ്ങളുടെ ശരീരവുമായി വീണ്ടും ബന്ധിപ്പിക്കുന്നു. എപ്പോഴോ നഷ്ടപ്പെട്ടുപോയ ആ മൗനഭാഷയുമായി. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് മറുപടി നൽകുന്നു. അതാണ് യഥാർത്ഥ ചികിത്സ. നമ്മുടെ ശരീരം ഒരു ഭാരമല്ല, മറിച്ച് അതൊരു പുണ്യക്ഷേത്രമാണെന്നും ഈ ക്ഷേത്രത്തെ പരിപാലിക്കുക എന്നത് ഒരു വിശുദ്ധമായ ഉത്തരവാദിത്തമാണെന്നും ഈ പരിശീലനം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഈ ക്ഷേത്രത്തെ വൃത്തിയാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ, ഇതിനെ സേവിക്കുമ്പോൾ, ഇതിൽ സ്ഥിതി ചെയ്യുന്ന ചേതന അഥവാ ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ കുറച്ചുതുള്ളി എണ്ണ നിങ്ങളുടെ നാഭിയിൽ ഒഴിക്കുക. നിങ്ങളുടെ കൈകളുടെ മൃദുവായ സ്പർശനത്തിലൂടെ അത് പരത്തുക. ഒരു ദീർഘനിശ്വാസമെടുത്ത് ആ എണ്ണ ജീവന്റെ ധാരയായി നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകുന്നത് അനുഭവിക്കുക.
ആ നിമിഷം നിങ്ങളുടെ ശരീരത്തോട് നന്ദി പറയുക. ഓരോ നിമിഷവും നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന, നിങ്ങളെ ജീവനോടെ നിലനിർത്തുന്ന ലക്ഷക്കണക്കിന് കോടാനുകോടി കോശങ്ങളോട് നന്ദി പറയുക. ആ എണ്ണയുടെ ഓരോ തുള്ളിയും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സന്തുലിതാവസ്ഥയുടെയും സന്ദേശമാണ്. പരമഹംസ യോഗാനന്ദൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങളുടെ ശരീരം ആത്മാവിന്റെ ക്ഷേത്രമാണ്. ഇതിനെ പവിത്രമായി സൂക്ഷിക്കുക, ഇതിനെ ശുദ്ധമായി സൂക്ഷിക്കുക. എങ്കിൽ മാത്രമേ ആത്മാവിന് അതിൽ വസിക്കാൻ കഴിയൂ. നിങ്ങളുടെ ഉള്ളിലെ ഈ ക്ഷേത്രത്തെ ഉണർത്തുക. നിങ്ങളുടെ കേന്ദ്രത്തിലേക്ക് മടങ്ങിവരിക.